എങ്ങനെയാലും ടാർഗറ്റ് എത്തിച്ചേ പറ്റും. നിനക്ക് ബോസിന്റെ കാര്യം അറിയാമല്ലോ. നിന്റെ ടീമിൽ വേറെയും കുറെ ആൾക്കാരില്ലേ? ആ, ഓഫീസിൽ അരുണില്ലേ, അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നും പറഞ്ഞ് ഓഫീസ് ടൈമിൽ ഓഫീസ് ഡ്യൂട്ടി ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ചെയ്താൽ ശരിയാവും. ഒരാളെ എത്രയെന്ന് വെച്ചാൽ നിർബന്ധിക്കുന്നത്? അവൻ്റെ ഇൻക്രിമെൻ്റ് കട്ടാവുന്ന തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലേ? ആ, അവൻ്റെ ആരും മരിച്ചെന്നാ കേട്ടത്. എൻ്റെ ചേട്ടനായിരുന്നടാ, വൈകുന്നേരം കുടിക്കാൻ ഇറങ്ങിയതാ. അമ്മേ, എനിക്കിവിടെ ഒന്നും മനസ്സിലാവുന്നില്ല അമ്മേ. ഇവിടേക്ക് എൻ്റെ ഓർമ്മ ഒന്നുമല്ല തോന്നുന്നുണ്ട്. നോക്കാം അമ്മേ. ശരി. എവിടെ നോക്കിയാണ് നടക്കുന്നത്? ഒരു മരണം. വിശാലേ, നിനക്കറിയാം ഇവിടെ എന്താ നടക്കുന്നതെന്ന്. നീ ഇതിനിൽ നിന്ന് മുടിക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം
നിനക്ക് നിന്നെ കണ്ടെത്താനാവില്ല. ആ വിശാലിരിക്കൂ. ഇപ്പം എങ്ങനെയുണ്ട്? മെഡിസിൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ലേ? വിശാലിനുണ്ടായ എക്സ്പീരിയൻസിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ വിശാലിന് വന്നിട്ടുള്ള ഈ ചേഞ്ച് തന്നെയാണ് ഏറ്റവും വലിയ ഹോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും പോലെ ജീവിക്കാനുള്ള അവകാശവും അധികാരവും വിശാലിനുണ്ടെന്ന് വിശാൽ മനസ്സിലാക്കണം. വിശാലിൻ്റെ ഫ്രണ്ട്സ് വിശാലിൻ്റെ മെമ്മറീസിലൂടെയാണ് ജീവിക്കുന്നത്. വിശാലിൻ്റെ എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. കരയാൻ തോന്നുവാണെങ്കിൽ കരയണം. Just let it all out.